ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ഡോൺ മിയോങ് ഇൻ്റർനാഷണൽ എയർപോർട്ട് തായ്ലാൻഡിലാണ്. ഈ എല്ലാവരും കൂടെ ഓടുന്ന ഇങ്ങോട്ടാണെന്നല്ലേ, ഇമിഗ്രേഷനിലോട്ട് ഓടുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ഇമിഗ്രേഷനൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ വിസയോൺ അറൈവലാണ്. പിന്നെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് തന്നെയാണ് സിമ്മൊക്കെ എടുത്തത്. അവരെന്നെ ആക്ടിവേറ്റ് ചെയ്തു തരും. പെട്ടെന്ന് തന്നെ അതും കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി ആൾ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പിക്ക് ആൻഡ് ഡ്രോപ്പ് ചെയ്ത എല്ലാം ഡ്രൈവേഴ്സും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ അവർ ട്രാൻസ്ലേറ്റ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞൊക്കെ തന്നത്. ഇവിടെയും റൈറ്റ് ഹാൻഡ് ഡ്രൈവിംഗ് ആണ്. നമ്മൾ പിക്ക് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഹോട്ടൽ റൂമിൽ ഡ്രോപ്പ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ പിക്ചേഴ്സൊക്കെ എടുത്ത് വയ്ക്കും. പിക്ചേഴ്സ് എടുത്ത് എനിക്ക് തോന്നുന്നു ഏജൻസിക്കോ അങ്ങനെ അയച്ചു കൊടുക്കുന്നതായിരിക്കാം നമ്മളിവിടെ എത്തിച്ചു എന്നുള്ളത്. പിന്നെ റോഡ്സൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയായിരുന്നു. നമ്മൾ ബാങ്കോക്കാണ് ഇറങ്ങിയെങ്കിലും നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് പട്ടായയിലോട്ടാണ് കേട്ടോ. നമുക്ക് എയർപോർട്ടിൽ നിന്നൊരു 2.5 hour ഡ്രൈവ് ഉണ്ടായിരുന്നു പട്ടായയിലോട്ട്. നമ്മുടെ പാക്കേജ് വന്നിട്ട് 2 nights ഇൻ പട്ടായ, 1 night ഇൻ ബാങ്കോക്ക് അങ്ങനെയായിരുന്നു. വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു. അങ്ങനെ നമ്മൾ 2.5 hour ഡ്രൈവ് കഴിഞ്ഞ് പട്ടായ എത്തി. ഇത് നമ്മൾ സ്റ്റേ ചെയ്ത നിയർ ബൈ പ്ലേസസ് ഒക്കെ ആയിരുന്നു. 2 ദിവസം നമ്മുടെ സ്റ്റേ ചെയ്തപ്പോഴേക്കും നമുക്ക് അവിടുത്തെ സ്ഥലങ്ങൾ കുറച്ചും കൂടി ഫെമിലിയറായി. ശരിക്കും പട്ടായ ഒരു മിനി ഇന്ത്യ തന്നെ ആയി എന്നാണ് എനിക്ക് തോന്നിയത്. അവിടെ കൂടുതലും നമ്മൾ ഇന്ത്യൻസിനെയാണ് കണ്ടത്. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി ചെക്ക് ഇൻ ചെയ്തു. അങ്ങനെ നമ്മൾ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റൂമൊക്കെ നല്ല സ്പീഷ്യസ് തന്നെയായിരുന്നു. പക്ഷെ നീറ്റ്നെസ് വൈസ് ഓക്കെ, അത്രേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടുത്തെ ഫുഡും നോൺ വെജിറ്റേറിയൻസിന് കമ്പാരിറ്റീവ്ലി ഓപ്ഷൻസ് ഉണ്ട്. വെജിറ്റേറിയൻസിന് സലാഡ്സ്, ബ്രെഡ് അങ്ങനെയൊക്കെ ആയിരുന്നു. ബാൽക്കണിയുടെ വ്യൂവും കൂടെ കാണിച്ചിട്ട് ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യാം. തായ്ലാൻഡിൻ്റെ ബാക്കി വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം. ഇതാണ് ബാൽക്കണി വ്യൂ. ശരിക്കും ഈവനിങ് ഇവിടെ വന്ന് ഇരുന്ന് ചില്ല് ചെയ്യാൻ നല്ലൊരു പ്ലേസ് തന്നെയായിരുന്നു. തായ്ലാൻഡിൻ്റെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോസിൽ കാണാം. ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്.